എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് SLC കുട്ടികളുടെ 5ാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ അതിൽ 2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആദ്യത്തെ വീഡിയോയിൽ എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി എന്നും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. 2ാമത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും കാണാത്ത കുട്ടികളാണെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. 1ാമത്തെ പേജിൽ തന്നെ കാണുന്ന ആ ഒരു ചോദ്യമാണ് ഫസ്റ്റ് ചോദ്യം. ആ ഒരു ചാപ്റ്റർ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നുള്ള ആ ഒരു ഹെഡിങ്ങൊക്കെ ഉള്ള ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഉള്ള ഒരു പേജ് ഉണ്ടല്ലോ, ആ പേജിൽ തന്നെ കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 meters. അതായത് ഒരു സ്ക്വയറിൻ്റെ സൈഡുകളെല്ലാം 2 meter വീതം കുറച്ചു. അപ്പം വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 meter എന്നാണ്. ഒരു സ്ക്വയറിൻ്റെ എല്ലാ സൈഡിൽ നിന്നും 2 meter കുറയ്ക്കുന്നു. ടു മേക്ക് എ സ്മോളർ സ്ക്വയർ, ചെറിയ സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വശങ്ങളെല്ലാം സൈഡുകളെല്ലാം ഈക്വൽ ആകുന്നതിനല്ലേ നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, അതിൻ്റെ എല്ലാ സൈഡ്സിൽ നിന്നും 2 വീതം കുറച്ചു. അപ്പം അതിൻ്റെ സൈഡുകൾ എത്രയാണെന്ന് പറയുന്നില്ല, പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന സൈഡിൽ നിന്നും എത്ര കുറച്ചു എന്ന് പറയുന്നുണ്ട്, 2 കുറച്ചു എന്ന് പറയുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണെന്ന്, സൈഡ് എത്രയാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് സൈഡിനെ എന്ത് വിളിക്കാം? അറിയാത്ത ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് വിളിക്കും. സ്ക്വയറിൻ്റെ പ്രത്യേകത 4 സൈഡും എന്താണ്? ഈക്വൽ ആയിട്ടുള്ള ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ എന്ന് പറയുന്നത്. 4 സൈഡും ഈക്വൽ ആണ്, എക്സ് ആണ്. ഇവിടെ എക്സ് ആണെങ്കിൽ എല്ലാ സൈഡും എന്ത് തന്നെ വരും? എക്സ് തന്നെ വരും. ഈ സ്ക്വയറിന് എന്താണ്? ഈ സ്ക്വയറിൽ നിന്നും 2 meter വീതം എല്ലാ സൈഡിൽ നിന്നും 2 meter കുറച്ച് പുതിയൊരു സ്ക്വയർ മേഡ് ചെയ്തു എന്നാണ് പറയുന്നത്. When each side of a square was reduced by 2 meters to make a smaller square. ഒരു സ്ക്വയറിൽ നിന്നും 2 meter വീതം കുറച്ച് ഒരു ചെറിയ സ്ക്വയർ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയൊരു സ്ക്വയർ ആക്കി. ഈ സ്ക്വയറിൽ നിന്ന് നിർമ്മിച്ച ചെറിയൊരു സ്ക്വയറാണ്. സൈഡെല്ലാം 2 വീതം കുറച്ച്. അപ്പം ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് 10 ആയിരുന്നെങ്കിൽ 10ൽ നിന്ന് 2 കുറച്ച് 2 കുറയ്ക്കുമ്പോൾ 8 എന്ന് എഴുതാമായിരുന്നു. അപ്പോൾ ഇവിടെ എക്സ് ആണ്, സൈഡുകളെല്ലാം എക്സ് ആണ്. 2 വീതം കുറച്ചാൽ എത്ര വരും? എക്സിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ x-2, ഈ സൈഡ് x-2, ഇത് x-2 ആണ്, ഈ ഒരു സൈഡ് x-2 ആണ്. ഒരു സ്ക്വയർ കയ്യിലുണ്ടായിരുന്നു, അതിൻ്റെ സൈഡുകളെല്ലാം 2 വീതം കുറയ്ക്കുന്നു. ഓക്കെ, സൈഡ് എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് വിളിച്ചു. 2 കുറയ്ക്കുമ്പം പുതിയ എന്താണ്? ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒറിജിനൽ സ്ക്വയർ, ആദ്യത്തെ സ്ക്വയർ. ഓക്കെ, ഒറിജിനൽ ആയിട്ടുള്ള സ്ക്വയർ ഇതാണ്. അതിൽ നിന്ന് 2 meter കുറച്ചത് 2 meter റെഡ്യൂസ്ഡ്, 2 meter കുറച്ച പുതിയ സ്ക്വയറാണ് ഈ ഇരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇനി വായിക്കുക. 2 meter ടു മേക്ക് എ സ്മോളർ സ്ക്വയർ. ഇറ്റ്സ് ഏരിയ ബിക്കംസ് 49 square meter. ഏരിയ എന്തായി മാറി? 49 square meter ആയി മാറി. ഒരു സ്ക്വയറിനെ എടുത്തു, 2 meter വീതം എല്ലാ സൈഡിൽ നിന്നും കുറച്ചു. അപ്പോൾ അതൊരു പുതിയ സ്ക്വയറായി. ഒരേപോലെ എല്ലാ സൈഡിൽ നിന്നും കുറയ്ക്കുമ്പം പിന്നെ അതൊരു സ്ക്വയറായി തന്നെയല്ലേ മാറുന്നത്. മക്കളിപ്പോൾ എക്സാമ്പിളിന് ഇവിടെ എല്ലാം 10 ആയിരുന്നെങ്കിൽ 2 വീതം എല്ലായിടത്തു നിന്നും കുറച്ചാൽ എല്ലായിടത്തും 8 ആകത്തില്ലേ? അപ്പം ചെറുതാക്കുമ്പോഴും അതൊരു സ്ക്വയർ തന്നെ ആയി മാറുക, അല്ലാതെ ഫിഗറിന് മാറ്റം വരുന്നില്ല. ചെറുതാകുന്നതേ ഉള്ളൂ, സ്ക്വയർ തന്നെയാണ്. അപ്പം ചെറുതാക്കിയതിൻ്റെ ഏരിയ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇറ്റ്സ് ഏരിയ ബിക്കംസ് 49 square meter. ഇതിൻ്റെ ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ, അല്ലെങ്കിൽ 2 meter റെഡ്യൂസ്ഡ്, അല്ലെങ്കിൽ സ്മോളർ എന്ന് പറയാം. ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ, ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്രയാണെന്ന്? 49 square meter ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ 49 ആണ്. അവിടെ ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എന്താ? ചെറുതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്തുവാ? സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? സൈഡ് ഇൻറ്റു സൈഡ്. നമ്മൾ എ സ്ക്വയർ എന്നൊക്കെയാണ് പഠിച്ചേക്കുന്നത്. സൈഡ് ഇൻറ്റു സൈഡിൻ്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സൈഡ് എന്താ? x-2. സൈഡുകളെല്ലാം x-2 അല്ലേ? x-2 ഇൻറ്റു x-2. സൈഡ് എന്താണ്? x-2 ദ ഹോൾ സ്ക്വയർ. സൈഡ് ഇൻറ്റു സൈഡ്. ഇതിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡ്, അതാണ് x-2 ദ ഹോൾ സ്ക്വയർ. അപ്പം സ്മോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? x-2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ. ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ 49 എന്ന് പറഞ്ഞാൽ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? x-2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49. അങ്ങനെയാണെങ്കിൽ x-2 എത്രയാടാ? സ്ക്വയർ അപ്പുറത്ത് പോയാൽ എന്താവും? നമ്മളിത് ചെയ്തിട്ടുള്ളതാണ്, കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ അപ്പുറത്ത് പോയാൽ എന്തായി മാറും?
റൂട്ടായി മാറും √49. എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു √49 ആൻസർ ഏതൊക്കെയാണ്? +or-7. +7 ഉണ്ട് -7 ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. കാണാത്തവരൊന്ന് കണ്ടിട്ട് വന്നാൽ സിമ്പിളാണ്. അപ്പം +or-7. എടാ ഇവിടെ എക്സ് മൈനസ് 2 +or-7 എന്ന് പറയുമ്പം എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു +7 ഒരു ആൻസർ ഉണ്ട്. മറ്റൊരു ആൻസർ എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു എന്താണ്? -7. എക്സിൻ്റെ വാല്യൂ 7, -2 അപ്പുറത്ത് പോയാൽ +2, എക്സിൻ്റെ വാല്യൂ 9 ആണ്. അടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു -7, 2 അപ്പുറത്ത് പോയാൽ +2, എക്സ് ഈസ് ഈക്വൽ ടു -7 + 2 -5. ഇതിലേത് ആൻസർ എടുക്കുമെന്ന് ചോദിച്ചാൽ എടാ ഇവിടെ രണ്ടും ആൻസറാണ്. ഒരു സെക്കൻഡ് ഡിഗ്രിക്ക് 2 സൊല്യൂഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ആലോചിക്കേണ്ടത് വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ. എങ്കിൽ ഒറിജിനൽ സ്ക്വയറിൻ്റെ ലെങ്ത് എത്രയാണ്? ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡിനെ നമ്മൾ വിളിച്ചതാണ് എക്സ്. അപ്പം ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ, വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ. ഒറിജിനൽ ആയിട്ടുള്ള സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്താണ്? എക്സ് ആണ്. എക്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എക്സ് എന്താണ് ഇവിടുത്തെ യൂണിറ്റ് എന്താണെന്ന് നോക്കുക. രണ്ടും ഇവിടെ കടന്നേക്കുന്ന മീറ്ററിലാണ്. അപ്പോൾ ഇതും ഈ ഉത്തരവും മീറ്ററിലാണ് എഴുതേണ്ടത്. ആൻസർ ഈ കൂട്ടത്തിൽ ഏത് ആൻസർ നമ്മൾ എടുക്കും? എടാ ലെങ്ത് എപ്പോഴും പോസിറ്റീവേ എടുക്കാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്ക്വയറിൻ്റെ നീളം അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ അളവുകൾ നമ്മൾ -5 എന്ന് പറയുക, -5 ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ പേനയുടെ നീളം ഇപ്പം ഒരു 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ -10 എന്ന് പറയും. നീളം എപ്പോഴും പോസിറ്റീവായിട്ടല്ലേ പറയുന്നത്. അതുകൊണ്ട് കൂട്ടത്തിലെ പോസിറ്റീവ് ആൻസറേ എടുക്കാവുള്ളൂ. അപ്പോൾ ആൻസർ 9 മീറ്റർ. ഇതാണ് ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ. ഒറിജിനൽ സ്ക്വയറിൻ്റെ ലെങ്ത് എന്താണ്? 9 മീറ്റർ ആണ്. മക്കളെ ആൻസർ വരുന്നത് ഇവിടം തൊട്ടാണ്. ഇത്രയാണ് ഇവിടം വരെ. ഈ സംഭവങ്ങളെല്ലാം മക്കൾ എന്ത് ചെയ്യാവുള്ളൂ? ഈ 2 ഫിഗറും ഇതും നമ്മുടെ വർക്കിംഗ് കോളത്തിൽ എഴുതുക. ബാക്കിയുള്ളതാണ് നമ്മൾ ആൻസറിൻ്റെ സെക്ഷനിൽ മെയിനായിട്ടും വരേണ്ടത്. ഓക്കെ, അപ്പം ഏരിയ ഒരു സ്ക്വയർ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ വശങ്ങളെല്ലാം എത്ര വീതം കുറച്ച്? 2 മീറ്റർ വീതം കുറച്ച്. ആദ്യം ഉണ്ടായിരുന്ന വശങ്ങൾ അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് കൊടുത്ത്, സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ ഒരിടത്ത് എക്സ് കൊടുത്താൽ ബാക്കി എല്ലായിടത്തും എക്സ്. എക്സ് എന്ന് തന്നെ ലെറ്റർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വൈയോ ഇസഡോ വേറെ ഏതെങ്കിലുമൊക്കെ ലെറ്റർ കൊടുക്കാം. അപ്പം എക്സ് എന്ന് കൊടുത്ത് ഒറിജിനൽ സ്ക്വയറിൽ നിന്നും 2 മീറ്റർ വീതം കുറയ്ക്കണം എന്നാണ് പറയുന്നത്. when each side of a square was reduced by 2 meter. ഒരു സ്ക്വയറിൻ്റെ എന്താണ് സൈഡുകളെല്ലാം 2 വീതം കുറച്ചപ്പോൾ കിട്ടിയ പുതിയ സ്ക്വയറാണ് x-2 എന്ന് സൈഡ് വരുന്ന മറ്റൊരു സ്ക്വയർ. സ്മോളർ സ്ക്വയർ ആണത്. കുറയ്ക്കുമ്പോൾ ഇതിനെക്കാട്ടി എന്തായാലും ചെറുത്, അതാണ് സ്മോളർ സ്ക്വയർ. ഇറ്റ്സ് ഏരിയ ബിക്കംസ്. അങ്ങനെ കുറച്ചപ്പോൾ അതിൻ്റെ ഏരിയ എന്തായി മാറി? 49 എന്ന് വെച്ചാൽ സ്മോളർ സ്ക്വയറിൻ്റെ ഏരിയ 49. എടാ ഏരിയയുടെ ഇക്വേഷൻ എന്തുവാ? ഏരിയ ഏതൊരു സ്ക്വയറിൻ്റെ ആണെങ്കിലും ഏരിയ സൈഡിൻ്റെ സൈഡാണ്. അത് ചെറിയ സ്ക്വയർ ആണെങ്കിലും വലിയ സ്ക്വയർ ആണെങ്കിലും ഏരിയ സൈഡിൻ്റെ സൈഡാണ്. അപ്പം ഈ ചെറിയ സ്ക്വയറിൻ്റെ സൈഡ് ആരാ? x-2. അപ്പോൾ സൈഡിൻ്റെ സൈഡ് എന്ന് വെച്ചാൽ x-2 ഇൻറ്റു x-2. x-2 ഇൻറ്റു x-2 എന്ന് പറഞ്ഞാൽ എന്താണ്? x-2 ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഇപ്പോൾ 2 ഇൻറ്റു 2 സ്ക്വയർ അല്ലേ? 4 ഇൻറ്റു 4 സ്ക്വയർ അല്ലേ? x ഇൻറ്റു x സ്ക്വയർ അല്ലേ? അതുകൊണ്ട് x-2 ഇൻറ്റു x-2 എന്ന് പറഞ്ഞാൽ x-2 ദ ഹോൾ സ്ക്വയർ. അതെ, അതാണ് ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x-2 ദ ഹോൾ സ്ക്വയർ ആണ്. ഈക്വൽ 49. സ്ക്വയർ ഈക്വലിനപ്പുറം പോയാൽ റൂട്ടാവും. x-2 √49. 2 ആൻസർ ഉണ്ട്. അതിൽ പോസിറ്റീവേ എടുക്കത്തുള്ളൂ, കാരണം ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ലെങ്തിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ഇത് രണ്ടും ചെയ്യണമെന്നില്ല. ആ പോസിറ്റീവുള്ള വാല്യൂസ് മാത്രം ചെയ്തു വന്നാൽ മതി. ഇവിടെ നമ്മൾ സെക്കൻഡ് ഡിഗ്രിക്ക് 2 സൊല്യൂഷൻ ഉണ്ടെന്ന് കാണിക്കാനാണ് അവർ 2 എണ്ണം ചെയ്ത് കാണിച്ചത് സാർ. ഓക്കെ, അതെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് വരികയാണ് ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് മീറ്റർ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എത്ര? ഇവിടുത്തെ 2 ഉത്തരമുള്ളതിൽ പോസിറ്റീവ് എടുക്കത്തുള്ളൂ, അതുകൊണ്ട് 9 മീറ്റർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം അതിൽ നിന്നും കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോദ്യം. ദർ ഈസ് എ 2 മീറ്റർ വൈഡ് പാത്ത് അറൗണ്ട് എ സ്ക്വയർ ഗ്രൗണ്ട്. എടാ ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട്, അതിന് ചുറ്റും എന്തുണ്ട്? 2 മീറ്റർ ഉള്ളൊരു എന്തുണ്ടെന്നാ പറയുന്നത്? വൈഡ് പാത്ത്, ഒരു പാതയുണ്ട് അല്ലെങ്കിൽ ഒരു റോഡ് പോലുണ്ട്. ശ്രദ്ധിക്കുക, ഒരു സ്ക്വയർ ഗ്രൗണ്ട്, സ്ക്വയറിൻ്റെ ഷേപ്പ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ്സ് എല്ലാം ഈക്വൽ അല്ലേ? ഒരു സ്ക്വയർ ഗ്രൗണ്ടാണിത്. ഇത് ഗ്രൗണ്ടാണിത്. ഓക്കെ, ഇതൊരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിന് ചുറ്റും എന്തുണ്ട്?
ദർ ഇസ് എ 2 മീറ്റർ വൈഡ് പാത്ത് അറൗണ്ട് എ സ്ക്വയർ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിന് ചുറ്റുമായിട്ട് 2 മീറ്റർ ഉള്ളൊരു എന്തുണ്ട്, ഒരു പാത്തുണ്ട്. 2 മീറ്റർ ഉള്ളൊരു പാത ചുറ്റിനും, എല്ലായിടത്തും 2 മീറ്റർ. ഇവിടെ എല്ലാം 2 മീറ്ററാണ് പാത്തിൻ്റെ ലെങ്ത്. 2 മീറ്റർ, എല്ലായിടത്തും 2 മീറ്റർ. നോക്കുക, അതെ 2 മീറ്റർ ഉള്ളൊരു ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിന് ചുറ്റും 2 മീറ്റർ ഉള്ളൊരു പാത്തുണ്ട്. ഈ പിന്നെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് ദ പാത്ത് ടുഗദർ. ഇത് ഗ്രൗണ്ടാണ്, ഗ്രൗണ്ടിന് ചുറ്റും 2 മീറ്റർ ഉള്ളൊരു പാത്ത്. ഇതൊരു നടപ്പാതയാണെന്ന് വിചാരിക്കുക. ഇത് ഗ്രൗണ്ടിന് ചുറ്റും നടപ്പാത. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ടർഫൊക്കെ നമ്മൾ കളിക്കാൻ പോകുന്ന ടർഫ് സ്ക്വയർ ഷേപ്പാണെന്നല്ല എങ്കിലും ആ ടർഫിൻ്റെ അകത്ത് ആളുകൾ ടർഫിൽ കളിക്കുമ്പം നമുക്ക് സൈഡിൽ കൂടെ ആണെങ്കിൽ കളിയെ കാണാൻ പറ്റുന്നൊരു പാത്തുണ്ട്. ചില ടർഫുകളിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾക്ക്, നിങ്ങൾക്ക് ടർഫിൽ കളിക്കാൻ പോകുന്നവർക്ക് അങ്ങനെയൊക്കെ പോകുന്നവർക്ക് അറിയാം. അല്ലെങ്കിൽ ഇപ്പം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു കുളം, ഇപ്പം അമ്പലത്തിലൊക്കെ ചില അമ്പലക്കുളങ്ങൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടപ്പാത പോലെയൊക്കെ ഉണ്ട്. അതേപോലെ ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിന് ചുറ്റും പാത്താണ്. ഓക്കെ, ആ പാത്തിൻ്റെ വൈഡാണ് എത്ര മീറ്റർ, ആ പാതയുടെ എന്താണ് വിഡ്ത്ത്, അല്ലെങ്കിൽ ആ ഒരു വൈഡാണ് അതിൻ്റെ വിഡ്ത്താണ് 2 മീറ്റർ വീതമുണ്ട്. ദ ഏരിയ ഓഫ് ഗ്രൗണ്ട് ആൻഡ് ദ പാത്ത് ടുഗദർ. ആ ഒരു ഗ്രൗണ്ടും പാത്തും കൂടെ, ഈ ഗ്രൗണ്ട് മാത്രം ഒരു സ്ക്വയറാണ്, ഗ്രൗണ്ടും ഈ പാത്തൂടെ ചേരുന്നത് ഒരു സ്ക്വയറാണ്. കാരണം ഇത് 2 മീറ്റർ, ഇങ്ങോട്ട് 2 മീറ്റർ, എല്ലാ സൈഡിൽ നിന്ന് 2 മീറ്റർ വീതം കൂടുമ്പം ഒരു സ്ക്വയറിൻ്റെ എല്ലാ വശവും ഒരേപോലെയാണ് കൂടുന്നതെങ്കിൽ പിന്നെയും അതൊരു സ്ക്വയർ ആയിട്ടുള്ള ഫിഗർ തന്നെയായി മാറും. അപ്പം ഈ ഗ്രൗണ്ട് മാത്രം കാണുന്നത് സ്ക്വയറാണ്, ടോട്ടൽ കാണുന്നത് സ്ക്വയറാണ്. അവർ പറയുന്നത് ദ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് ദ പാത്ത് ടുഗദർ. ഈ ഗ്രൗണ്ടും ഈ ഒരു പാതയും കൂടെ ചേരുമ്പം, ഈ ഒരു റോഡും കൂടെ ചേരുമ്പോൾ ഉള്ള വലിയ ഫിഗർ ഉണ്ടല്ലോ, അതിൻ്റെ ഏരിയ 1225 ആണെന്ന് വെച്ചാൽ ഈ വലുതിൻ്റെ ഏരിയ 1225 ആണ്. എടാ ഈ ചെറുതിൻ്റെ സൈഡ് കാണാമെങ്കിൽ ഏരിയ മനസ്സിലാവും. ഏരിയയുടെ ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡ് എന്ന്. ഓക്കെ, അപ്പം ഏരിയ ഓഫ് ലാർജർ സ്ക്വയർ, വലിയ സ്ക്വയർ ആയിട്ട് ആലോചിച്ചാൽ മതി. വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? 1225. മക്കളെ നോക്കേണ്ടത് 1225 കിട്ടി. ഇത് രണ്ടും കൂടെ ചേരുന്നതല്ലേ. ഗ്രൗണ്ടിൻ്റെ സൈഡ് നമുക്ക് അറിയത്തില്ലായിരുന്നു. അറിയാത്ത ഗ്രൗണ്ടിൻ്റെ സൈഡ് ഞാൻ എക്സ് എന്ന് വിളിച്ച്. ഇവിടെ എക്സ് ആണെങ്കിൽ എല്ലാ സൈഡിലും എക്സ് ആണ്. മക്കളെ ഗ്രൗണ്ടിൻ്റെ ഇവിടം വരെ എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഈ ഗ്രൗണ്ടിൻ്റെ ഈ ഒരു സൈഡ് എക്സ് ആണ്, എല്ലാ സൈഡും എക്സ് ആണ്. ഇവിടം വരെ എക്സ് ആണെങ്കിൽ ഈ വലിയ ആ ഒരു ഗ്രൗണ്ടും ആ ഒരു പാത്തൂടെ ചേരുന്ന വലിയൊരു സ്ക്വയറിൻ്റെ സൈഡ് എത്ര ആയിരിക്കും? എക്സ്. പിന്നെ ഈ 2 ഉണ്ട്, ഇവിടം വരെ 2 ആണ്, ഇതും 2 ആണ്. എക്സ്, ഈ 2. അപ്പം എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 2 എന്ന് മാത്രം ആലോചിക്കരുത്. എക്സ് ഉണ്ട്, 2 ഉണ്ട്. ഒരു സൈഡ് എക്സ് പ്ലസ് 4 ആണ്, 2 + 2. ഈ 2ഉം ഈ 2ഉം കൂടെ ചേരുമ്പോൾ 4 ആയി. പിന്നെ എക്സ് കൂടെ ആകുമ്പോൾ എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 4. ഈ സൈഡ് എക്സ് പ്ലസ് 4 ആണെങ്കിൽ ബാക്കി സൈഡുകളെല്ലാം എന്താണ്? എക്സ് പ്ലസ് 4 ആണ്. അപ്പം ഏരിയ 1225 എന്ന് പറഞ്ഞാൽ വലിയ സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കാണുന്നത്? ഏരിയയുടെ ഇക്വേഷൻ എന്തോ? ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡാണ്. സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 4. എ ഇൻറ്റു എ സ്ക്വയറാണ്, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറാണ്. അതുപോലെ എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 4 എന്താണ്? എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ആണ്. വലുതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ലാർജർ സ്ക്വയർ എന്നുള്ളതിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ഏതാ? അത് എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ആണ്. ഈക്വൽ ടു 1225. എക്സ് പ്ലസ് 4 ഈക്വൽ ടു റൂട്ട് 1225. ഇത് ഗ്രൗണ്ടും ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട കണക്കാണ്ട് പോസിറ്റീവ് ഉത്തരവേ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കത്തുള്ളൂ, പോസിറ്റീവായിട്ടുള്ള ആളെ മാത്രം. എടാ 1225 ഇപ്പം 100 എന്ന് പറഞ്ഞാൽ റൂട്ട് 100 10 റൂട്ട് 100 എന്ന് പറയുമ്പം ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആണ് 100. ഏതാണ് ആ നമ്പർ? അതാണ് 10. അതുപോലെ ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ഒരേപോലത്തെ 2 നമ്പറിനെ ഇൻറ്റു ചെയ്യുമ്പം 1225 കിട്ടും. ആ നമ്പർ ഏത്? അല്ലെങ്കിൽ ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആണ് 1225. അത് ഏത് നമ്പറിൻ്റെ ആണ് കണ്ടുപിടിക്കാനൊരു മാർഗമുണ്ട്. എടാ ഈ യൂണിറ്റ് പ്ലേസിൽ 5 വന്നാൽ, യൂണിറ്റ് പ്ലേസിൽ 5 ആണ് കാണുന്നതെങ്കിൽ ഇതിപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. യൂണിറ്റ് പ്ലേസിൽ 5 കണ്ടല്ലോ, അത് 5 എന്ന് പറയുന്ന യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിച്ചാൽ 10ൻ്റെ സ്ക്വയർ എത്രയാണ്?
100 ട്രിക്കാണ് 100. 20ൻ്റെ സ്ക്വയർ 400 30ൻ്റെ സ്ക്വയർ എത്ര 900 സിമ്പിളാണ്. 20ൻ്റെ സ്ക്വയർ കാണാൻ പറയുമ്പോൾ 2 × 2 ആ 2 ആലോചിക്കുക. 2 × 2 4 2 0 400. 30ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30 × 30 അല്ലേടാ 3 × 3 9 2 0 900. 40ൻ്റെ സ്ക്വയർ സിമ്പിളാണ്. 4ൻ്റെ സ്ക്വയർ 16 2 0 കൊടുത്താൽ മതി. ഇനി 5ൻ്റെ സ്ക്വയർ 50ൻ്റെ സ്ക്വയർ എത്രയാണ്? 50ൻ്റെ സ്ക്വയർ നോക്കുമ്പോൾ 2500 വരും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ട 1225 എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ എവിടെയാണ് നിൽക്കുന്നത്? 10ൻ്റെ 20ൻ്റെ ഇടയ്ക്കാണോ? അല്ല. 20ൻ്റെ 30ൻ്റെ ഇടയ്ക്കാണോ? അല്ല. 30ൻ്റെ 40ൻ്റെ ഇടയ്ക്കാണ് ആര് വരുന്നത്? ഈ 1225 വരുന്നത്. എന്ന് പറഞ്ഞാൽ 30ൻ്റെയും 40ൻ്റെയും ഇടയ്ക്കുള്ള ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയറാണ് 1225. ഇനി 30ൻ്റെയും 40ൻ്റെയും ഇടയ്ക്ക് 5 വരുന്ന നമ്പർ ഏതാടാ? 30ൻ്റെയും 40ൻ്റെയും ഇടയ്ക്ക് യൂണിറ്റ് പ്ലേസിൽ അറ്റത്ത് 5 വരുന്ന നമ്പർ ഏതാ? അത് 35ആണ്. അപ്പോൾ ഇത് 35ൻ്റെ സ്ക്വയറാണ്. 35ൻ്റെ സ്ക്വയറാണ് 1225. അപ്പോൾ ആൻസർ എത്ര? x + 4 = 35. ഓക്കെ, x = 35. പോസിറ്റീവ് മാത്രമേ എടുത്തുള്ളൂ, +or- എടുക്കുന്നില്ല. കാരണം ലെങ്തിൻ്റെ പ്രോബ്ലമാണ്. അല്ലെങ്കിൽ ഒരു അളവ് കാണുന്ന പ്രോബ്ലത്തിൽ നെഗറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, അത് കളയും. ഓക്കെ, അപ്പം 35 4 ഇപ്പുറത്ത് വന്നാൽ -4 എക്സിൻ്റെ വാല്യൂ 35ൽ നിന്നും 4 പോയാൽ 31 മീറ്റർ. ഓക്കെ, അപ്പം ചെറിയ ഗ്രൗണ്ടിൻ്റെതാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് അല്ലേ, ഗ്രൗണ്ടിൻ്റെയാണ് 31 മീറ്റർ. ക്വസ്റ്റ്യനിൽ അവർ കണ്ടുപിടിക്കാൻ പറയുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഗ്രൗണ്ട് അലോൺ? ഗ്രൗണ്ടിൻ്റെ മാത്രം ഏരിയ എന്താണ്? അപ്പോൾ എന്തെഴുതാം? ഏരിയ ഓഫ് ഗ്രൗണ്ട് എലോൺ. ഗ്രൗണ്ടിൻ്റെ മാത്രം ഏരിയ എന്താണ്? ഗ്രൗണ്ടിൻ്റെ മാത്രം ഏരിയ സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് എന്താ? x × x, അല്ലെങ്കിൽ സൈഡ് എത്ര? 31 × 31. 31 × 31 ദേ 31 × 31 കാണുമ്പം ദേ 1 × 1 1 1 × 3 3 3 × 1 3 3 × 3 9 1 3 + 3 6 9. അതെ 961. ഇത് രണ്ടും മീറ്ററിലല്ലടാ, 31 മീറ്റർ × മീറ്റർ മീറ്റർ × മീറ്റർ മീറ്റർ സ്ക്വയർ. 31 മീറ്റർ × 31 മീറ്റർ. 31 × 31 961. മീറ്ററും വരുമ്പോൾ മീറ്റർ സ്ക്വയർ കേട്ടോ. ഏരിയ അതുകൊണ്ടാണ് ഏതൊരു യൂണിറ്റ് എടുത്താലും ഏരിയ കാണുമ്പം ആ യൂണിറ്റിൻ്റെ സ്ക്വയർ വരുന്നത്. സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ. അങ്ങനെ വരാനുള്ള കാരണം ഇതാണ്. 2 വട്ടം ഇപ്പോൾ ഇവിടെ തന്നെ മീറ്റർ വന്നപ്പോൾ 31 മീറ്റർ × 31 മീറ്റർ. നമ്മൾ മീറ്റർ എന്ന് എഴുതുന്നില്ലെങ്കിലും ആലോചിച്ചോണം, രണ്ടിടത്തും മീറ്റർ ഉണ്ട്. മീറ്റർ × മീറ്റർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിച്ച ട്രിക്ക് 1225 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണിത്. ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 5 ആണെങ്കിൽ അത് ഏതോ യൂണിറ്റ് പ്ലേസിൽ 5 ഉള്ള നമ്പറിൻ്റെ സ്ക്വയറാണ്. ഓക്കെ, ഏതോ 5 ഉള്ള നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഇത്. പിന്നെ 30ൻ്റെ സ്ക്വയർ 900 ആണ്, 40ൻ്റെ സ്ക്വയർ 1600 ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുമെന്ന് നമുക്ക് കൺഫേം ചെയ്ത് ഉറപ്പിക്കാം. 30ൻ്റെയും 40ൻ്റെയും ഇടയ്ക്കുള്ള യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന ഒരൊറ്റ നമ്പറേ ഉള്ളൂ, അത് 35 ആണ്. അങ്ങനെയാണ് 35 എന്ന് കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്തപ്പം 31 കിട്ടി. അപ്പം ഗ്രൗണ്ടിൻ്റെ മാത്രം എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ്, ആ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡാണ് എക്സ്. അപ്പം എക്സ് 31 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡ് 31 ആണെന്നാണ്. അവർക്ക് വേണ്ടത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൻ്റെ മാത്രം ഏരിയ എത്ര. അപ്പം ഗ്രൗണ്ടിൻ്റെ ഏരിയ കാണണമെങ്കിൽ അതിൻ്റെ സൈഡ് തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. സൈഡിൻ്റെ സൈഡ് 31 × 31 961 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി ഈ സ്ക്വയർ കണ്ടുപിടിക്കുന്ന കുറച്ച് ഐഡിയാസ് പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം സ്ക്വയർ ഫൈൻഡ് ചെയ്യാനുള്ള ഏത് സ്ക്വയറും പെട്ടെന്ന്, ഇപ്പോൾ 1225 നമ്മൾ 30 40ൻ്റെ ഇടയ്ക്കാണെന്ന് തപ്പി 5 വന്നതുകൊണ്ട് 35-നെയാണെന്ന് പെട്ടെന്ന് ഫൈൻഡ് ചെയ്തില്ലേ, അത് നിങ്ങൾക്ക് സ്പീഡ് കൂടും. 10ൻ്റെത് 100 ആണ്, 20ൻ്റെത് 500 ആണ്, 30ൻ്റെത് 900 ആണ്, 40ൻ്റെ 1600 ആണ്. അങ്ങനെ ആലോചിച്ച് വരുമ്പം ഈ 0 വരുന്ന നമ്പേഴ്സിൻ്റെ പെട്ടെന്ന് സ്ക്വയർ കിട്ടും. ഇപ്പോൾ 50ൻ്റെ സ്ക്വയർ പെട്ടെന്ന് പറയാൻ പറ്റും. 5ൻ്റെ സ്ക്വയർ 25, 2 0 കൂടെ കൊടുത്താൽ മതി. 60ൻ്റെ സ്ക്വയർ 6ൻ്റെ സ്ക്വയർ 36, 2 0 കൂടെ കൊടുക്കുക. അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കുനിന്ന് നമ്മൾ ആ ആൻസർ ഏതാണ് തപ്പിയെടുത്താൽ മതി. 30ൻ്റെ 40ൻ്റെ ഇടയ്ക്കാണെന്നറിയാം. അതിൽ 5 വരണമെങ്കിൽ അത് 35ൻ്റെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററുകൾ ചെയ്യണമെങ്കിൽ, ഓണം എക്സാമിന് മുമ്പ് ഏതെങ്കിലും ചാപ്റ്ററുകൾ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.